തിരുമല ദേവ, നമ്മളുടെ ഇവിടെ ഉണ്ടോ മാലതി? നമ്മുടെ കണ്ണാടെ, നമ്മൾ വീട്ടിൽ ചെന്നാലേ നമ്മളുടെ ഭാര്യ ആദ്യം ചോദിക്കണത് കണ്ണാട എവിടെയെന്നാ. അല്ല, അപ്പോഴേക്കും വേറെ ആള് കയറി കഴിഞ്ഞോ? സാറ് കണ്ടോ നമ്മളുടെ കണ്ണാട? ഇല്ല, സാറ് കണ്ടു കാണത്തില്ല. മാലതി, നമ്മളുടെ ഇരിക്കുന്നത് നമ്മളുടെ കണ്ണാട. ഇത് വെച്ചാലേ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സായി കാണാം. മാലതി, നേരത്തെ നമ്മുടെ കണ്ണട പോയി, ഇപ്പൊ നമ്മുടെ കണ്ണും പോയി. മാലതി, നമ്മളെ ഒന്ന് പുറത്ത് വിട്ടു തരാമോ? സാറിന്റെ കൈ മേത്ത് വീണാലേ തടി കേടുവരും. എന്താ തിരുമല ദേവ? അയാളെ തല്ലിതെന്തിനാ? എനിക്ക് ദേഷ്യം വന്നു, ഞാൻ തല്ലി. തനിക്ക് എന്താണ് ഇത്ര ദേഷ്യം? എടോ, തനിക്ക് ദേഷ്യം വരേണ്ട കാരണം? എനിക്കും അതാ മനസ്സിലാകത്തത്. അതൊക്കെ പോട്ടെ, നിന്റെ ചുമ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവില്ലല്ലേ? ഞാൻ സിനിമ കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിന്റെ ചുമയെ കുറിച്ച് എനിക്ക് ഓർമ്മ. നേരെ മരുന്നുകടയിൽ പോയി ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത്. കഴിച്ചു നോക്കി, ചുമ ഇപ്പം നിൽക്കും. ആ സിനിമയിൽ അവർ കാണിച്ചതാ, ഇപ്പം നിൽക്കും. കഴിക്കും. ഇതിനെന്ത് കൊടുത്തു? നീ എന്തിനാ അറിയില്ലേ? കാശൊന്നും ഞാൻ വാങ്ങിക്കില്ല. സിനിമയിൽ മരുന്ന് കഴിച്ചോടനെ ബ്രേക്ക് ഔട്ട് കുറച്ചോന്നാണല്ലോ. എടോ, സത്യം പറ, കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന കണ്ടിട്ടല്ലേ താൻ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്? കണ്ണാടിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ വായിക്കാൻ അറിഞ്ഞൂടെ? അറിയാൻ വയ്യാത്തോണ്ടല്ലേ ചോദിച്ചത്. അയ്യേ, പഠിച്ചിട്ടില്ലേ? എന്റെ തൊഴിലിന് പഠിപ്പിന്റെ ആവശ്യമേ ഇല്ല. എന്നിട്ട് പോലും ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചതാ. നാണമില്ലല്ലോ തനിക്ക്? ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ജീവിക്കുമായിരുന്നു. ആ, പഠിച്ചില്ലെങ്കിൽ ഇപ്പോഴെന്താ? അതുകൊണ്ടായിരിക്കും തനിക്കൊരു നല്ല മനസ്സ് ദൈവം തന്നത്. പോസ്റ്റ്മാൻ ആണെന്ന് തോന്നുന്നു. ഓ, ഞാൻ പോകുന്നു. മരുന്ന് കഴിക്കാൻ മറക്കണ്ട. മറിയേ, നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. നീ ഇവിടെ എന്ത് ചെയ്യാൻ? ഇന്നേക്ക് 1 കൊല്ലമായി ചേട്ടാ. എന്റെ ഒപ്പം മരിച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. നീ ഒറ്റയ്ക്കല്ലല്ലോ, നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അപ്പം മരിച്ചത്. നോക്ക്, നിനക്ക് ഞാനുള്ളപ്പം നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്കൊരു ജോലിക്കാര്യം 2-3 സ്ഥലത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഒന്നിന് ശരിയാകും. ആ, ഞാൻ ഇന്ന് ചെല്ലാമെന്നാ പറഞ്ഞേ. വരൂ, പോകാം. എല്ലാവരും വെക്കി 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 വെക്കി. എന്താ, ഫുള്ളാണോ? അതെ. എന്നാ കാശെടുക്ക്. തരാം. എന്താ പറഞ്ഞത്? തരാമടാ.
എണീക്കണം അവിടുന്ന്. ഇതാണ് ഫുള്ള് തരം വയലത്തെ ദരിദ്രവാസികളൊന്ന് ഇരുത്തരെന്ന് പറഞ്ഞത്. ഇനി 2 കളി, അത് ഞാൻ ജയിക്കും, കാശ് തന്നേക്കാം. പിന്നെ ജയിക്കും. എണീക്കണം ഉറക്കത്തേട്ടവനെ. ഏതായാലും തന്റെ ചേട്ടനല്ലേ. ആരാടാ ചേട്ടൻ? ഏതായാലും രണ്ടും ഒരമ്മയുടെ മക്കളല്ലേ? ആ, അമ്മ ഒന്ന് തന്നെ. എനിക്ക് എന്റെ തന്ത ആരാന്നറിയാം. അവന് തന്ത പലതാ. എന്താണോ പറഞ്ഞേ? വിടുന്നോ? എടി പെണ്ണേ, എന്റെ മോട്ടോർ സൈക്കിൾ തുടക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ചുമ്മാതെ. എന്റെ ഒപ്പം ഓടി നോക്കുകയാണോ? ആ, എത്ര ദൂരം ഓടും? ആ, ഓട് നമുക്ക് കാണാം. വാ വാ വാ, വെരി ഗുഡ്. വാ വാ വാ, ഓട്. ആ, ഓട്. വാടി. വാ വാ, എന്താ നിൽക്കുന്നത്? വേഗം വാ, കാണട്ടെ നിന്റെ ഓട്ടം. ആ, അങ്ങോട്ട് വാ, വേഗം വാടി. എന്താ നിന്ന് കളഞ്ഞത്? എന്റെ സ്പീഡ് പിടിക്കാൻ നിന്നെ കൊണ്ട് ഒക്കില്ല പെണ്ണേ. ആട്ടെ, എന്നെ ഇഷ്ടപ്പെട്ടോ? എന്റെ മോട്ടോർ സൈക്കിളോ? ഏതാ കൂടുതൽ ഇഷ്ടം? പെണ്ണിന്റെ ഒരു നാണം. കല്യാണം കഴിയുന്നത് വരെ എന്നെ തൊടാൻ പാടില്ല ചേട്ടാ. കല്യാണം? എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ കല്യാണം എന്നെ ഇഷ്ടമാണോ? പിന്നെ എന്റെ വെപ്പാട്ടിയായിട്ട് വരാമോ? മറിയെടുത്ത് നീ എന്താ പറഞ്ഞേ? സാധാരണ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും പറയാറുള്ളത് തന്നെ, എന്റെ വെപ്പാട്ടിയായിട്ട് വരാൻ പറ്റുമോ? ഞങ്ങളടുത്ത് അങ്ങനെ പറയാം. പറയൂടാ. ഓ, നാട്ടിലുള്ള എല്ലാ പടകൾക്കും മക്കാലത്ത് പിടിക്കാൻ നടക്കുന്നൊരു പൂവൻ. ഇനി മേലാൽ അവരുടെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞാൽ നിന്റെ എല്ലി ഞാൻ ബാക്കി വെക്കില്ല. അവളാണ് എന്നെ പറയാൻ നടക്കുന്നത്. എന്നാൽ ഇവിടെ കല്യാണം കഴിക്കടാ. കല്യാണം എന്ന വാക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോ നാട് മുഴുവൻ വെപ്പാട്ടിയെ വെക്കത്തോളാം? നാടുതോറുമല്ല, വേണമെങ്കിൽ വീട് തോറും വെക്കും. എന്റെ തടിക്ക് ആരോഗ്യമുണ്ട്, വീശി എറിയാൻ കാച്ചുണ്ട്. ഇന്ന് മറിയോട് ചോദിച്ചു, നാളെ ലളിതയോടും ചോദിക്കും. ബെഡ്റൂമും കല്ലിൽ കൊത്തി വെച്ചതാണെങ്കിൽ പോലും